വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. 82 പ്രവർത്തനം ആരംഭിച്ച കേരള കലാകേന്ദ്രത്തിന്റെ 43-ാം പ്രവർത്തന വർഷമാണിത്. 4 പതിറ്റാണ്ട് കാലമായി 4.5 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ തലസ്ഥാനത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ചെറുതെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കലാകേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച മലയാളികളെ ആദരിക്കുന്നതിന് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡുകളും മികവുറ്റ പ്രവർത്തനം നടത്തിയ വനിതകളെ ആദരിക്കുന്നതിന് ഏർപ്പെടുത്തിയ ശ്രീരത്ന പുരസ്കാരങ്ങളും പ്രിയപ്പെട്ട മാധവിക്കുട്ടി ചേച്ചിയുടെ പേരിൽ ഏർപ്പെടുത്തിയ നവാഗത എഴുത്തുകാരികൾക്കുള്ള ചെറുകഥാ പുരസ്കാരങ്ങളും അടക്കം നിരവധി പരിപാടികൾ ഈ കഴിഞ്ഞ 43 വർഷക്കാലം കൊണ്ട് കലാകേന്ദ്രത്തിന് തലസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക പ്രശസ്ത സാഹിത്യകാരി നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ മാധവിക്കുട്ടി ചേച്ചിയുടെ പേരിൽ നവാഗത എഴുത്തുകാരികൾക്കായി കഴിഞ്ഞ 12 വർഷമായി നടത്തിവരുന്ന ചെറുകഥാ മത്സരത്തിലൂടെ നിരവധി പുതിയ എഴുത്തുകാരികളെ രംഗത്ത് കൊണ്ടുവരാൻ കലാകേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം 72 കഥകളാണ് മത്സരത്തിന് ലഭിച്ചത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ശ്രീ എസ് മഹാദേവൻ തമ്പി, ശ്രീ ശശി പരവൂർ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റി ഡോക്ടർ വാവ ഭാഗ്യലക്ഷ്മി രചിച്ച ഉർവര എന്ന കഥ 2024 മികച്ച കഥയായി തെരഞ്ഞെടുത്തു. അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന 4 കഥകൾ സ്പെഷ്യൽ ജൂറി അവാർഡിനായും തെരഞ്ഞെടുത്തു. സ്പെഷ്യൽ ജൂറി അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സി കെ ശാലിനിയുടെ മലഞ്ചെരിവുകളിൽ രാക്കാറ്റ് വീശുമ്പോൾ എന്ന കഥയും ശ്രീമതി ആർ സരിതാരാജിന്റെ വിചിത്രയാനം എന്ന കഥയും ശ്രീമതി ഷബ്ന മറിയത്തിന്റെ കാദംബിനി, ഐശ്വര്യ കമലയുടെ പപ്പി പാസിഫൈ എന്നീ കഥകളുമാണ്. കലാകേന്ദ്രത്തിന്റെ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി മത്സരത്തിൽ ശ്രീ വിഷ്ണു മുരളീധരൻ നായർ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച അൺഇൻസ്റ്റാൾ മികച്ച ഷോർട്ട് ഫിലിമായും, ശ്രീ ആസാദ് കണ്ണാടിക്കൽ മികച്ച നടനായും, ശ്രീമതി തമ്പു വിൽസൺ മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഡോക്യുമെന്ററി അപ്രപാളികളിലെ മധുരം നിർമ്മാണം ശ്രീ പുഷ്പൻ. അതിന്റെ സംവിധാനം നിർവഹിച്ചത് ശ്രീ വി എസ് സുധീർ ഘോഷ്. മ്യൂസിക് വീഡിയോയിൽ മികച്ച മ്യൂസിക് വീഡിയോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെൺമൈ എന്ന വീഡിയോയാണ്. അതിന്റെ നിർമ്മാണം ശ്രീ ഋഷി. മ്യൂസിക് വീഡിയോയുടെ സംവിധാനത്തിന് ശ്രീമതി രേഖ ആനന്ദും നടിയായി മിസ് അമ്മു നായരും തിരഞ്ഞെടുക്കപ്പെട്ടു. പുരസ്കാരങ്ങൾ നേടിയ കഥാകാരികളെയും കലാകാരന്മാരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. കവിയും ചലച്ചിത്രകാരനുമായ പി ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് കലാകേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹരായത് പ്രമുഖ ചലച്ചിത്ര നടനും സംവിധായകനുമായ ശ്രീ മധുവും നടൻ ശ്രീ ജഗതി ശ്രീകുമാറുമാണ്. അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ പുരസ്കാരങ്ങൾ താമസിയാതെ അവരുടെ വസതികളിലെത്തി നൽകുന്നതാണ്. പ്രിയമുള്ളവർ, ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് 4.5 പതിറ്റാണ്ട് മുമ്പ് 1982 കേരള കലാകേന്ദ്രം രൂപം കൊള്ളുമ്പോൾ അതിന്റെ വൈസ് ചെയർമാനായിരുന്ന ശ്രീ പാലോട് രവിയാണ്. ജില്ലയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ ഏറ്റവും സുപരിചിത മുഖമാണ് അദ്ദേഹം. മുൻ ഡെപ്യൂട്ടി സ്പീക്കറും എഴുത്തുകാരനുമായ ശ്രീ പാലോട് രവിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് അഭിമന്യനായ ശ്രീ ടി കെ നായർ സാറാണ്. ഒരു ദശാബ്ദക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും അഡ്വൈസറായും പ്രവർത്തിച്ച്
ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് തിളങ്ങി നിന്ന മലയാളിയാണ് അദ്ദേഹം. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം കൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടേറെ വലിയ വികസന പദ്ധതികൾ നടപ്പാക്കാനും കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏറെ അഭിമാനത്തോടെ ആദരവോടെ ബഹുമാന്യനായ ശ്രീ ടി കെ നായർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം സ്വീകരിക്കുന്ന ഡോക്ടർ വാവ ഭാഗ്യലക്ഷ്മി, സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന ഡോക്ടർ സി കെ ശാലിനി, ശ്രീമതി ആർ സരിത രാജ്, ശ്രീമതി ഷബ്ന മറിയം എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി പുരസ്കാരങ്ങൾക്ക് അർഹരായ ശ്രീ വിഷ്ണു മുരളീധരൻ നായർ, ആസാദ് കണ്ണാടിക്കൽ, ശ്രീ സുധീർ ഘോഷ്, ശ്രീ ഋഷി, ശ്രീമതി രേഖ ആനന്ദ്, ശ്രീമതി അമ്മു നായർ എന്നിവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസംഗത്തിനായി ശ്രീ പാലോട് രവി സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള വളരെ ബഹുമാനനായ ശ്രീ ടി കെ നായർ സാർ, ഇവിടെ ശ്രീ ആനന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ കലാകേന്ദ്രം തുടങ്ങണം എന്ന് ആരംഭിച്ച ആ യോഗത്തിൽ പോലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ വേറൊരു വഴിക്ക് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു പോയത് കൊണ്ടാണ് നിരവധി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതിനും കലാകേന്ദ്രത്തിന്റെ നിരവധി ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും അതിൽ പങ്കാളിയാകുന്നതിനും കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഒരാളെ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്, ശ്രീ കെ എം മാണി സാർ. ഞാനന്ന് MLA ഒക്കെ ആയിരുന്നത് കൊണ്ട് ശ്രീ കലാകേന്ദ്രത്തിന് നല്ല പിന്തുണ, ആരംഭത്തിൽ ചില അവസരങ്ങളിലൊക്കെ ചില പ്രത്യേക കാര്യങ്ങൾക്കായി സാറിനെ സമീപിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പിന്തുണയും സഹായവും അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ മാണി സാറിനെ ഈ അവസരത്തിൽ കലാകേന്ദ്രത്തിന്റെ ഈ ചടങ്ങിൽ ഞാൻ ഓർമ്മിക്കുന്നത്. നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം അവരുടേതായ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട്, ഞാൻ ആ സ്ഥാപനത്തിൻ്റെതായ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തുള്ള നമ്മുടെ മാതൃഭാഷയെയും നമ്മുടെ കലയെയും സാഹിത്യത്തെയും എല്ലാം പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ അവരുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നടത്തുന്നുണ്ട്. ഞാൻ ആ പരിമിതി എന്ന് പറയുമ്പോൾ കാലത്തിന് വന്നിരിക്കുന്ന വല്ലാത്ത മാറ്റമാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമാണ്. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ജനിച്ചു വീഴുന്ന കുട്ടി തൊട്ട് ഇങ്ങനെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക ഡിജിറ്റൽ ഇല്ലാതെ നമുക്ക് ചലിക്കാനൊക്കാത്ത, അപ്പൊ ആ ഡിജിറ്റലിന്റെ സ്വാധീനം എന്തുമാത്രം നമ്മുടെ കലയിലും സാഹിത്യത്തിലും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇന്ന് അവാർഡ് നേടിയ ഒട്ടനവധി സുഹൃത്തുക്കൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെയൊക്കെ അനുഭവങ്ങളും ആരെങ്കിലും വ്യക്തമാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇന്ന് കമലാ സുരയ്യയുടെ പേരിൽ, മാധവിക്കുട്ടിയുടെ പേരിൽ, എൻ്റെ അയൽവാസിയായിരുന്നു, ആനന്ദിനറിയാം. ഞാൻ MLA ആയിരുന്നപ്പോൾ, ഞാൻ MLA ആകുന്നത് 91-ലാണ്. അതിനൊക്കെ എത്രയോ മുമ്പ് ഞാനും ശ്രീ തലൈക്കുന്നിൽ ബഷീറുമായി അതുവഴി കടന്നു പോകുമ്പോഴെല്ലാം ആ വീട്ടിൽ കയറി അവരോട് സംസാരിക്കും. തിരിച്ചു വരുമ്പോൾ ശ്രീ മാധവിക്കുട്ടിയുമായിട്ട് സംസാരിക്കാനും വളരെ അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുവാനും അവസരമുണ്ടായ ഒരു എളിയ അവരുടെ ആരാധകനാണ് ഞാൻ.
അപ്പൊ സ്വാഭാവികമായും കമലാസുരയ്യയുടെ പേരിൽ കലാകേന്ദ്രം എല്ലാ വർഷവും ഇത്തരത്തിൽ നമ്മുടെ പ്രത്യേകിച്ചും കഥയെയും പ്രത്യേകിച്ചും ഈ സൃഷ്ടികളെയും ക്രിയേഷൻസിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ചടങ്ങ് നടത്തുക എന്നുള്ളത് നമുക്ക് മലയാളിക്ക് മനസ്സിൽ ഇപ്പൊ ഞങ്ങൾക്ക് നൽകിയ ഈ റോസാപ്പൂ പോലെ മനസ്സിൽ വെച്ച് സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. എന്നത് പറയുമ്പോൾ സാധാരണയായി കഥകൾ ധാരാളമായി വരാറുണ്ട്. ഇപ്പൊ MD നമുക്കറിയാം തീർത്താൽ തീരാത്തൊരു നൊമ്പരം പോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ഒരു വാരത്തിലാണ് നമ്മൾ ഈ യോഗം കൂടുന്നത്. MD ആയിട്ടും എനിക്കും വളരെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ആനന്ദകുമാറിനും അതറിയാം. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിളിക്കും. MG സർവകലാശാലയുടെ വൈസ് ചാൻസലർ ശ്രീ അനന്തമൂർത്തി ഇവിടെ എത്തും. അടുത്ത കാലത്ത് മരിച്ച തമിഴ്നാട്ടിലെ എഴുത്തുകാരൻ ശ്രീ ബീരാൻ അദ്ദേഹം ഇവിടെ എത്തും. ഇവർ 3 പേരും കൂടിയാണ്. പലപ്പോഴും എനിക്കും അതിനോടൊപ്പം കൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗോൾഫ് ലിങ്സിൽ ചെന്നിരുന്ന എത്രയോ മണിക്കൂർ രാത്രിയുടെ ഈ സമയം കടന്നു പോകാതെ നമുക്കറിയാം ഈ എന്താണ് ഒരു കലാസൃഷ്ടി എങ്ങനെ രൂപം നൽകുന്നു എന്നതിനെ സംബന്ധിച്ച് ഇത്രയും വലിയ ഒരു അനന്തമായ വിഹായസ് തുറക്കുന്നത് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. MTയുടെ മുമ്പിലിരുന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് എനിക്കത് സാക്ഷ്യം വഹിക്കാൻ എത്രയോ സമയം ഭാഗ്യമുണ്ടായ ഒരാളാണ്. ഇവിടെ നമുക്ക് കമലാസുരയ്യയുടെ പേരിൽ അവാർഡ് പ്രത്യേകിച്ചും കഥാകാരന്മാർക്കും കഥാകാരികൾക്കും നൽകുമ്പോൾ ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ തൻ്റെ ജീവിത തുടിപ്പുകൾ, അതാണല്ലോ ഈ ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത്. അതാണല്ലോ ഒരു പൂവെടുത്ത് നോക്കിയാലും ഈ റോസാപ്പൂ കണ്ടുകൊണ്ട് ലാളിച്ചു പെറ്റ അമ്പത് ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ ആലോല വായു ചെറു തൊട്ടിലു പാട്ടി താലാപമാർന്നു മലരെ ദലമരങ്ങൾ എന്ന് എഴുതാനുള്ള ഒരു സൃഷ്ടി ആശാനുണ്ടായി. അതുപോലെ തന്നെ ആ പൂ അടർന്നു വീഴുമ്പോൾ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു ആശുവണ്ണാകുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടിൽ ആർക്കും ഇതുതാൻ ഗതി സാധ്യബന്ധ് കണ്ണീരിനാൽ അവനി വാഴ് കിടാവു കഷ്ടം. അപ്പൊ ഒരു യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടിയാണത്. അപ്പൊ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ശരിക്കും സൃഷ്ടിയുടെ കർത്താവാണ്. എങ്ങനെയുള്ള സൃഷ്ടികൾ? അവിടെയാണ് നമ്മൾ കമലാസുരയ്യയുടെ പേരിലുള്ള മാധവിക്കുട്ടിയുടെ പേരിലുള്ള അവാർഡിന്റെ പ്രത്യേകത. തന്റെ ജീവിത തുടിപ്പുകൾ ഒപ്പിയെടുത്ത് വായനക്കാർക്ക് പകരാൻ ശ്രമിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ രചനാ വ്യക്തിത്വമാണ്. നമ്മൾ അവരുടെ ഏത് കഥകൾ വായിച്ചാലും നമുക്ക് ഇപ്പൊ ഈ അപൂർവമായ രചനാ വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത് ഒരു വാക്കെടുത്ത് പ്രയോഗിക്കലല്ല. ജീവിത തുടിപ്പുകൾ എന്ന് പറയുന്ന നമുക്ക് ഏതൊരു കഥാപാത്രം എടുത്തു നോക്കിയാലും അവിടെയാണ് നമുക്ക് കമലാസുരയ്യ കാലാതിവർത്തിയായി നമ്മുടെ മുമ്പിൽ ഈ അവരുടെ രചനാ വൈഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. എഴുത്തുകാരിൽ നിന്ന് ഈ വായനക്കാരിലേക്ക്, അതാണല്ലോ അത് വളരെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഈ എഴുത്തുകാരിൽ നിന്ന് വായനക്കാരിലേക്ക് ഓരോ സംഭവങ്ങളും അവരുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന ഓരോ സംഭവങ്ങളും നമ്മളിലെ ഞാറ് പറിച്ചു നടുന്നത് പോലെ പറിച്ചു നടാൻ കഴിയുന്ന ഒരു സർഗാത്മ ശക്തി അവർക്കുണ്ടായിരുന്നു. ഈ പറിച്ചു നടൽ ഓരോ സംഭവവും ഈ എഴുത്തുകാരിൽ നിന്ന് അത് വായനക്കാരിലേക്ക് ഇങ്ങനെ പറിച്ചു നടുന്നതിന് വേണ്ടി കഴിയുന്ന ഒരു രചനാ വൈഭവ ശൈലി കമലാസുരയ്യയ്ക്കുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഓരോ കഥാപാത്രങ്ങളിലേക്കും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഭാഷ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കാൽപ്പാടുകൾ ഉണ്ടാകും. ആ കാൽപ്പാടുകൾ നിങ്ങളൊക്കെ ഇന്ന് പോയി അവാർഡ് വാങ്ങുന്നവരൊക്കെ അതിന്റെ ഭാഗമാണ്. അതാണ് നമുക്ക് ഏത് ലാംഗ്വേജ് എടുത്തു നോക്കിയാലും ഏത് ഭാഷ എടുത്തു നോക്കിയാലും ആ ഭാഷ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏൽപ്പിക്കുന്ന കാൽപ്പാടുകളാണ് സാഹിത്യം. അതാ മറ്റൊന്നുമല്ല. അങ്ങനെ ഏൽപ്പിക്കുന്ന കാൽപ്പാടുകളിൽ
നമുക്ക് മലയാളിക്ക് എത്ര അഭിമാനത്തോടെ നമുക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന നിരവധി കാൽപ്പാടുകളുടെ പിൻതലമുറക്കാരായിട്ടാണ് ഇന്ന് ഈ അവാർഡ് വാങ്ങുന്ന എൻ്റെ വളരെ പ്രിയങ്കരായ കലാകാരന്മാരും കലാകാരികളും സാഹിത്യകാരന്മാരും ഒക്കെ പ്രത്യേകിച്ചും ഇന്ന് ഈ വേദിയിലെത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതറിയൊന്നും നമുക്ക് കടന്നു വരാൻ കഴിയില്ല. സ്വാഭാവികമായും നമുക്കറിയാം, സൗന്ദര്യവും സമർപ്പണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ഈ പൂവിന്റെ കഥ പറഞ്ഞതുപോലെ നമുക്ക് സൗന്ദര്യവും സമർപ്പണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ സൗന്ദര്യവും സമർപ്പണവും തമ്മിലുള്ള ബന്ധം എല്ലാ കഥകളിലും, അത് മാധവിക്കുട്ട കഥകളിൽ മാത്രമല്ല, നമുക്ക് ഇങ്ങനെ തുടർന്ന് വന്നാൽ നിങ്ങളുടെയൊക്കെ പല കഥകളിലും ആ സൗന്ദര്യവും സമർപ്പണവും കാണാം. ഞങ്ങളെപ്പോലുള്ള വായനക്കാർ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ രചനകളിൽ ഈ സൗന്ദര്യവും സമർപ്പണവും ഉണ്ടാകണമെന്നാണ്. ആ സൗന്ദര്യവും സമർപ്പണവും നമ്മുടെ രചനയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇന്ന് ഈ പറയുന്ന വായന മരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നില്ല, അതെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഭാഷയെയും നമ്മുടെ ഈ സൃഷ്ടികളെയും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിന് കമലാസുരയ്യയുടെ പേരുടെ അവാർഡും മറ്റ് അവാർഡുകളും സഹായകരമായി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത്. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കൾക്കും ഈ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു വരാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയായ ഡോക്ടർ ബി സന്ധ്യ അവർകളെ പ്രസംഗിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലുള്ള ഈ യോഗത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ പാലോട് രവി അവർകളെ, വേദിയിലുള്ള ഏറ്റവും ആദരണീയനായ ശ്രീ ടി കെ നായർ സർ, മുൻ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസർ ശ്രീ ആനന്ദ് കുമാർ, ഇന്നത്തെ വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള മാധവിക്കുട്ടി കമലാസുരയ്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരെ, ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മാധവിക്കുട്ടി കമലാസുരയ്യ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കാനുള്ള സൃഷ്ടികൾ മിക്കവാറും ശ്രീ ആനന്ദകുമാർ എനിക്ക് അയച്ചു തരും. അവ പരിശോധിച്ച് വിലയിരുത്തേണ്ട ജോലിയും ഏൽപ്പിച്ചു തരും. അപ്പൊ ഈ തവണ ഏതായാലും ആ കൃത്യം എനിക്ക് നിർവഹിക്കേണ്ടി വന്നില്ല. ഒന്നും ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ തിരക്കുകൾ അറിയിച്ചു. അങ്ങനെ ഇത്തവണ ആ ജോലി നിർവഹിക്കേണ്ടി വന്നില്ല. എങ്കിലും ഈ പുരസ്കാര ദാന ചടങ്ങിൽ പതിവ് പോലെ ചേരണമെന്ന് അദ്ദേഹം ഇരുന്നു. അതനുസരിച്ച് എനിക്ക് ജോലി തിരക്കുള്ളത് അറിയാമല്ലോ. അതിനുശേഷം പെട്ടെന്ന് ഓടി വരികയാണ് ചെയ്തത്. ഇപ്പോഴാണേലും വന്നാൽ മതി, എത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശ്രീ ആനന്ദ്കുമാർ. അതനുസരിച്ച് എത്തിയതാണ്. ഇന്ന് ഇവിടെ പുരസ്കൃതരാകുന്ന ഓരോ എഴുത്തുകാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ കൃതികൾ കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ, അതിന് ഈ പുരസ്കാരം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട
എഴുത്തുകാരിയുടെ പേരിൽ നൽകുന്ന ഒരു പുരസ്കാരം എന്ന നിലയിൽ ഈ പുരസ്കാരത്തിന് അതിൻ്റെതായ ബഹുമാന്യതയുണ്ട്. മാധവിക്കുട്ടി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ കഥകളും അവരുടെ ഇംഗ്ലീഷ് പോയട്രിയും എല്ലാം ഓർമ്മ വരും. മലയാളത്തിന്റെ സുഹൃതമാണ് മാധവിക്കുട്ടി. അവരെ അനുസ്മരിക്കുവാനും ഒപ്പം തന്നെ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുവാനും ഉതകുന്ന തരത്തിൽ കേരള കലാകേന്ദ്രം ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും കൃതികൾ ക്ഷണിച്ച് അവ വിലയിരുത്തി പുരസ്കാരം നൽകുകയും ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ മഹത്തായ കാര്യം എല്ലാ വർഷവും മുടങ്ങാതെ നിർവഹിക്കുന്ന കലാകേന്ദ്രത്തിന്റെ അധികൃതരെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി അവാർഡ് ലഭിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അവാർഡ് സമ്മാനിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനുമായി അഭിമന്യനായ TK നായർ സാറിനെ ക്ഷണിക്കുന്നു. എഴുത്തുകാരിയും നമുക്കെല്ലാവർക്കും പ്രിയങ്കരയുമായിരുന്ന മാധവിക്കുട്ടി, കമല സുരേഷ് എന്ന രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാധവിക്കുട്ടിയെ മാത്രമേ അറിയുള്ളൂ. മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ അവർ കുറവങ്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ കുറേ കാലം താമസിക്കുകയുണ്ടായി. ആ സമയത്ത് 2-3 തവണ അവരെ കാണുന്നതിനും അവരുമായിട്ട് സംസാരിക്കുന്നതിനുള്ള ഇടയുണ്ടായി. പക്ഷേ അതിലേറെ അവരുടെ മക്കളിൽ ഒരാൾ MD നാലപ്പാട്, അദ്ദേഹം ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഡീസിൻ്റെ പ്രൊഫസറാണ്. അദ്ദേഹവും ഞാനുമായിട്ട് വളരെ അടുപ്പമുണ്ട്. പല കാര്യങ്ങളിലും പല അവസരങ്ങളിലും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചൊക്കെ കാണുന്നതിന് സംസാരിക്കുന്നതിന് ഇടയായിട്ടുണ്ട്. ഇത് മാധവിക്കുട്ടിയെ അടുത്തറിയാത്ത ഒരാളെന്നുള്ള നിലയിൽ അവരെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവരുടെ കഥകൾ വളരെ ചുരുക്കം ചെയ്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ കഥകൾ മുഴുവനൊന്നും വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടുള്ള മലയാളം പുസ്തകങ്ങൾ തന്നെ വളരെ ചുരുക്കമാണ്. അവരെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഒരു നോവലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു കഥാകൃത്തെന്നോ ഉള്ളത് കൂടുതൽ ഒരു ഫെമിനിസ്റ്റ് എന്നാണ് എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ള ഓർക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം എന്നൊക്കെ നമ്മൾ മാഡം സന്ധ്യ ഇവിടെ ഇരിപ്പണി, ഞാൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ക്ഷമിക്കണം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, തോരാതെ പറയുന്നുണ്ട്. കേരളത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. നമ്മളുടെ പ്രത്യേകിച്ച് നായർ തറവാടുകളിലൊക്കെ തിരശ്ശീലയ്ക്ക് പുറകിൽ നായർ സ്ത്രീകളായിരുന്നു ഭരണം നടത്തിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നായർ തറവാടിൽ പിറക്കാനുള്ള അതാണ് ആക്സിഡൻറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാം അങ്ങനെ. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മൾ ചുറ്റും നോക്കി എന്താ കാണുക ഈ രാജ്യത്ത്? ഇന്ന് കമല സുരയ്യയെ പോലെ അല്ലെങ്കിൽ നമ്മളുടെ മാധവിക്കുട്ടിയെ പോലെ സെൻസിറ്റീവായിട്ടുള്ള ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സന്ധ്യയും കൂട്ടരും വളരെയധികം എഴുതുന്നുണ്ട്, വളരെയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഒരു കലാരൂപം എന്നുള്ള നിലയിൽ, സാഹിത്യ രൂപം എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളെ പുറത്തു വന്നാൽ അതിന് ആളുകളുടെ മുകളിൽ വലിയ വലിയ സ്വാധീനമുണ്ടാകും. തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ അറിയാം, ഇന്ന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പലരും രാഷ്ട്രീയത്തിലേക്ക് അവർ വരാനുള്ള കാരണം എന്താ? കഥയും നാടകവും ഒക്കെയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകവും മുടിയനായ പുത്രനും കണ്ടിട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള പല ചെറുപ്പക്കാരുമുണ്ട്. ഒരു കാലത്ത് ആ കൂട്ടത്തിൽ ഒരാളായി ഞാനും ഒന്ന് പറയട്ടെ. അപ്പം ഇങ്ങനെയുള്ള സാഹിത്യകൃത്യങ്ങൾക്ക് മനസ്സിനെ സ്വാധീനിക്കുന്നതിനുള്ള അപാരമായ കഴിവുണ്ട്. ഇപ്പോഴത് എന്താ പറയുക, ചിതറിപ്പോകുന്നോ ചിന്നിപ്പോകുന്നോ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. പക്ഷേ വാസ്തവത്തിൽ മാഡം സന്ധ്യയെ പോലുള്ള ആളുകൾക്കറിയാം, ഈ സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്നത് നമ്മൾ പറയാനേ ഉള്ളൂ. ഇപ്പോഴും നമ്മളുടെ എന്താ പറയുക പേട്രിയാർക്കൽ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ടേയിരിക്കും. ഈ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാനിടയുണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്
ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായി, ഓർമ്മയുണ്ടല്ലോ. ആ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരായിട്ട് കേരളത്തിലെ നായർ സ്ത്രീകൾ മുന്നേ നിന്നാണ് പ്രവർത്തിച്ചത്. എൻ്റെ ഭാര്യ ഒരു നായർ സ്ത്രീയാണ്. ഇനിയിപ്പം ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എന്താ കേൾക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് കേരളത്തിലെ നായർ സ്ത്രീകൾ മുൻകൈ എടുത്ത് കാണിച്ചു. വേണ്ട, വി വിൽ വെയിറ്റ് എന്ന് പറഞ്ഞ കൂട്ടരാണ്, അല്ലേ? ഓർമ്മയുണ്ടോ? അതിൻ്റെ കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിസ്സാരമായ കാര്യം. നമുക്ക് നമ്മളുടെ എന്താ പറയുക, പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതിയെ വിട്ടുമാറാനുള്ള മടിയെന്നല്ലാതെ അതിൽ വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ശബരിമല ശാസ്താവ്, ഞാനൊരു ശബരിമല ഭക്തനാണ്. എനിക്ക് ശബരിമല ശാസ്താവിനോടുള്ള എന്താ പറയുക, ബഹുമാനക്കുറവോ ഭക്തിക്കുറവോ കൊണ്ടും അല്ല പറയുക. പക്ഷേ ഈ സ്ത്രീകൾ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ പിന്നെ വന്ദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തിന് കുറവ് വരുമോ? വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വാസ്തവത്തിൽ അത് കുറച്ച് കൂടെ ഉള്ളൂ ഇന്നത്തെ നിലയിൽ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. ആ സമൂഹത്തിൽ ഈ നമ്മളുടെ ഇന്നത്തെ നായിക കമല സുരേഷ് അല്ലെങ്കിൽ മാധവിക്കുട്ടി അവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ ശ്ലാഘനീയമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അവരുടെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ ഇടയായാൽ തീർച്ചയായിട്ടും അത് നമ്മളിൽ ഒരു സ്ത്രീ സമത്വത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു ഉത്തേജനം ഉണ്ടാവും, ഒരു ഉണർവുണ്ടാവും. നമുക്കത് വളരെ ആവശ്യമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ സ്ഥാനത്തെക്കുറിച്ചും അവരർഹിക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ബോധവതികൾ ആകണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മളുടെ ആനന്ദകുമാർ, 10 വർഷമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഈ പരിപാടിയിൽ ഞാനൊരു സ്ഥിരം ആളാണ്. 10 വർഷമായിട്ട് ആലോചിച്ച് നോക്കൂ സന്ധ്യ. അതെയോ? അപ്പം ഞങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തോട് വളരെ ലോയൽറ്റിയാണ്. നമ്മുടെ രവി അദ്ദേഹം പറയുകയുണ്ടായി തുടങ്ങിയത് എങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ കൈപിടിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് സ്ഥിരമായി. അതെ. ഇപ്പം ഇദ്ദേഹം സത്യത്തിൽ വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് മറ്റ് സഹായങ്ങളൊന്നുമില്ലാണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു സ്വന്തം ആർജവത്തിൽ ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പലതിലും പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്കൊക്കെ കഴിയുന്ന രീതിയിൽ, എനിക്കറിയില്ല ആനന്ദകുമാറിൻ്റെ പിന്നെ സ്ഥാപനത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരു ഉത്തേജനം കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനത്തെ സഹായിക്കുന്നതിന് നമ്മൾ സന്നദ്ധരാവണമെന്ന് എനിക്ക് വളരെ വിനീതമായ അഭ്യർത്ഥനയുണ്ട്. കാരണം അദ്ദേഹത്തെ പോലെ നിസ്വാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് രാഷ്ട്രീയ കക്ഷി ഭേദമൊന്നുമില്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളും ശ്ലാഘനീയമായ രീതിയിൽ നടക്കുന്നതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കടക്കാം. 2024 മികച്ച കഥയ്ക്കുള്ള 12ാമത് മാധവിക്കുട്ടി കമലേശ്വരയ്യ ചെറുകഥ അവാർഡ് ഡോക്ടർ വാവ ഭാഗ്യലക്ഷ്മി, കഥ ഉർവര, സമ്മാനിക്കുന്നതിന് TK നായർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്പെഷ്യൽ ജൂറി അവാർഡുകൾ 4 പേർക്കാണ്. ഡോക്ടർ CK ശാലിനി, കഥ മലഞ്ചെരുവുകളിൽ രാക്കാറ്റ് വീശുമ്പോൾ.
ശ്രീമതി ആർ സരിതാരാജ്, കഥ വിചിത്രയാനം. ശ്രീമതി ഷപ്ന മറിയം, കഥ കാദംബിനി. ശ്രീമതി ഐശ്വര്യ കമല, കഥ പപ്പി പാസിഫൈ. അടുത്തതായി ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി അവാർഡുകളാണ്. മികച്ച ഷോർട്ട് ഫിലിം അൺഇൻസ്റ്റാൾ. നിർമ്മാണം സംവിധാനം ശ്രീ വിഷ്ണു മുരളീധരൻ നായർ. മികച്ച സംവിധായകനുള്ള അവാർഡ് ശ്രീ വിഷ്ണു മുരളീധരൻ നായർ. മികച്ച നടൻ ശ്രീ ആസാദ് കണ്ണാടിക്കൽ, സിനിമാ ലോകം. ഡോക്യുമെന്ററി മികച്ച സംവിധാനം ശ്രീ ബി എസ് സുധീർ ഘോഷ്, തിരുവനന്തപുരം മ്യൂസിയം ചരിത്രത്തിലൂടെ. മ്യൂസിക് വീഡിയോ സംവിധാനം ശ്രീമതി രേഖ ആനന്ദ്, ചങ്കിൽ കുരുങ്ങിയ ചോദ്യത്തുണ്ട്.
നടി ശ്രീമതി അമു നായർ, പെൺമൈ. അവാർഡ് സമർപ്പണം പൂർത്തിയായി. ചെറുകഥ അവാർഡ് നേടിയ ഡോക്ടർ വാവ ഭാഗ്യലക്ഷ്മിയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന വേദിയിലിരിക്കുന്നവരും സദസ്സിലുള്ളവർക്കും നമസ്കാരം. ഇവിടെ ദേവി സാറിൻ്റെയും നായർ സാറിൻ്റെയും സന്ധ്യ മേമിൻ്റെയൊക്കെ മനോഹരമായ വാക്കുകൾ കേട്ട് മനസ്സ് തണുത്തിരിക്കുകയാണ്. ഇത്രയും വലിയ ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ കുറച്ച് ഞാൻ നെർവസായിരുന്നു. പക്ഷേ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും മഹത്തായ ആൾക്കാരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എന്തെങ്കിലും പറയാൻ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹൃദയം ആ മഹത്തായ എഴുത്തുകാരിയുടെ അക്ഷരക്കൂട്ടുകൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഈ അവാർഡ് എനിക്ക് കിട്ടാൻ സഹായിച്ചത് പറഞ്ഞാൽ അതിന് കാരണക്കാരായത് എൻ്റെ കൂട്ടുകാരി സുഗീതയാണ്. ഈ കഥ ഡോക്ടർ ബി സുഗീത വന്നിട്ടുണ്ട്, എഴുത്തുകാരി തന്നെയാണ്. എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ ഈ കഥ കലാകൗമുദിൽ അയച്ചു കൊടുത്തതും. ശെൽവരാജ് സാർ അത് പ്രസിദ്ധീകരിക്കാൻ സന്മനസ് കാണിക്കുകയും ശ്രീകുമാർ സാറാണ് ഈ അഡ്രസ്സ് എനിക്ക് അയച്ചത്. കൗമുദി പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ്. അങ്ങനെ അവിചാരിതമായിട്ട് ഇത്രയും ഒരു മഹത്തായ കാര്യം എനിക്ക് ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മുള്ളുകൾ നിറഞ്ഞ ജീവിതത്തിൽ പൂക്കളായി വിരിഞ്ഞ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ ഹൃദയം സമർപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞിലെ പോലും എൻ്റെ ഒരു പേപ്പർ പോലും കീറിക്കളയാത്ത എൻ്റെ മകന് ഒരുപാട് സന്തോഷം ഞാൻ പറയാണ്. എൻ്റെ ഒരു കഥ എഴുതിയതോ ഒരു പേപ്പറോ അവൻ കീറിക്കളയാറില്ല, അത് എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കും. അപ്പം ആ ഒരു സന്തോഷം ഞാൻ ഈ നിമിഷം ഓർക്കാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്ത് സാർ? അല്ല, കുഞ്ഞിലെ ഞാൻ മാധവിക്കുട്ടിയുടെ കഥ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അതിലിങ്ങനെ ചെത്തിരക്കിളിക്ക് ജലദോഷം വന്നൊരു വാക്കുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക. അച്ഛന് ഞാൻ എപ്പോഴും ഇങ്ങനെ വാഗ്വാദമാണ്, എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇടിയാണ്. അപ്പം തോറ്റു എന്ന് തോന്നി അച്ഛൻ എന്നെ പുറത്ത് എടുത്തിട്ട് കൊണ്ടിടും. ഞാൻ വലുതായിട്ടും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ചെത്തിരക്കിളിക്ക് ജലദോഷം വന്നത് എങ്ങനെയാ മാധവിക്കുട്ടിക്ക് അറിഞ്ഞതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, എഴുത്തുകാരുടെ സ്വാതന്ത്ര്യമാണ്, എഴുത്തുകാരിക്ക് എന്ത് വേണമെങ്കിൽ എഴുതാ ഭാവനയിൽ എന്ന് പറഞ്ഞു. അപ്പം അച്ഛന് ദേഷ്യം വന്ന് തന്നെ അച്ഛൻ പുറത്തുകൊണ്ടിരുത്തി. അപ്പം അങ്ങനെയുള്ളൊരു അച്ഛനായിട്ടുള്ള വാഗ്വാദത്തിൽ ആണ് എൻ്റെ സാഹിത്യം വളരുന്നതും. പിന്നെ എൻ്റെ അടുത്ത വീട്ടിലെ സുകുമാരി പിഷാരസ്യാരാണ് എനിക്ക് കഥകൾ പറഞ്ഞു തന്നു. അതായത് ഞാൻ അവരെ മാലാഖ എന്ന് പറയുള്ളൂ. പിഷാരസ്യാരിന് ജാതിയുടെ തന്നെ ഞാൻ പറയുന്നത്. ആ മഹത്തായ മനസ്സിനെ ഞാൻ ഓർക്കുന്നത്. എപ്പോഴും എന്നെ അടുത്തിരുത്തിട്ട് പട്ടാള കഥകൾ പറഞ്ഞു തരും. കാരണം ഹസ്ബൻഡ് ഷാനടി പട്ടാളത്തിലാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ കഥ നമുക്ക് എഴുതാൻ പാകത്തിലാണ് ഷാരസ്യാരി പറഞ്ഞുതരാം. അപ്പൊ അവിടുത്തെ നമുക്കിങ്ങനെ നടന്ന പോലെ തോന്നും. അപ്പൊ എനിക്ക് അന്ന് ഞാൻ 6ാം ക്ലാസ്സിലാണ്. അപ്പൊ ഞാൻ ചെന്ന് ഇങ്ങനെ എഴുതാൻ തുടങ്ങും, എന്തെങ്കിലുമൊക്കെ എഴുതും. അപ്പൊ ഒരു ദിവസം ഞാൻ സിനിമ കാണാൻ ചെന്നിരിക്കുമ്പോ എൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത് ഇരിക്കുന്ന ഒരു ചേച്ചി ആ ബുക്ക് നിർത്തിയിട്ട് ഇങ്ങനെ വായിക്കുക. അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ എഴുതി ഓർക്കുന്നുണ്ട്. അമ്മാവന്റെ വീട്ടിൽ ചെന്നൊരു പെൺകുട്ടി മഞ്ഞു തുള്ളികളെ കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോടുന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് എഴുതുന്ന കഥ. പിന്നെ എൻ്റെ വിചാരം എൻ്റെ ചേട്ടനും അനിയത്തി മാത്രം വായിച്ചാൽ മതി എന്നാണ് എൻ്റെ കഥകൾ. അപ്പൊ ഞാൻ എഴുതിയത് ഇങ്ങനെ ട്രങ്കില് അവര് വായിച്ചു കഴിഞ്ഞാൽ ട്രങ്കില് അടക്കി വെക്കും. ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിരുന്നില്ല. അങ്ങനെ അവിചാരിതമായിട്ട് എൻ്റെ ചേട്ടൻ എന്നെ വിട്ടുപോവുകയും അങ്ങനെയാണ് അപ്പം എഴുതിയൊരു കഥയുണ്ട്, അഷ്ടഗന്ധമുറങ്ങുന്ന മുറി എന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ബ്ലഡ് കൊണ്ട് എഴുതിയെന്ന് ഞാൻ പറയാം. എനിക്ക് തിരുത്താൻ പോലും പറ്റിയിട്ടില്ല. അപ്പം അതിന് ശേഷമാണ് എനിക്ക് ആർക്കെങ്കിലും ഇത് വായിക്കാൻ കൊടുക്കണം
എന്നൊരു ആഗ്രഹം വന്നത്. കാരണം എൻ്റെ ഒരു ശൂന്യമായിപ്പോൾ എൻ്റെ ജീവിതം. ആ ചേട്ടല്ലാണ്ട് ഇതാരെൻ്റെ വായിക്കും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് അപ്പോഴും എൻ്റെ കൂട്ടുകാരി സുഗീതയ്ക്ക് ഞാൻ എഴുതണത് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ശൂന്യം. പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കഥകൾ എപ്പോൾ പറയും, അച്ചടി മഷി പുരണ്ടിട്ട് ഞാനിത് വായിക്കാമെന്ന് പറയുമായിരുന്നു. അപ്പം അദ്ദേഹം എൻ്റെ കൂടെ ഇല്ല. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് എഴുതിയ കവിതകൾ മുഴുവൻ ടൈപ്പ് ചെയ്യും, ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യായിരുന്നു. അപ്പം അതും ഞാൻ പ്രസിദ്ധീകരിക്കാനൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അവിചാരിതമായിട്ടാണ് എനിക്ക് ഏറ്റവും അത്ഭുതം ആനന്ദകുമാർ സാറിൻ്റെ ആ ഒരു മനസ്സാണ്. നമ്മൾ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടിയ അവാർഡിനേലും വില പിടിച്ച ഒരു സൗഹൃദം. എനിക്ക് ഒരുപാട് വില പിടിച്ചാണ് സാറിന് ഒരുപാട് മനസ്സുകൊണ്ട് നമിക്കുകയാണ്. കാരണം ഇത്രയ്ക്കും സിമ്പിളാവാൻ പറ്റുമോ? കാരണം ഞാൻ എത്രയോ ഞാൻ പറഞ്ഞ ഈ സദസ്സ് കുറഞ്ഞ് എനിക്ക് പേടിയാണ്. ഇത്രയും വലിയൊരു സദസ്സിൽ ഞാൻ അങ്ങനെ വരും, അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സാറ് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ധൈര്യം, ഇപ്പോഴും ഞാൻ ആ ധൈര്യത്തിൽ നിൽക്കുന്നത്. ഇനി എൻ്റെ ലൈഫിൽ മുന്നോട്ടുള്ളതിൽ ഞാൻ എൻ്റെ കഥകൾ കുറച്ചും കൂടി സീരിയസ് ആക്കിയും ആ ഒരു വാക്ക് ഞാൻ നന്മ നിറഞ്ഞ് ഞാൻ മനസ്സിലേറ്റും ചെയ്യാണ് സർ. ഒരുപാട് സന്തോഷം. മാമിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. എനിക്ക് കുഞ്ഞുനാളില് കഥകൾ പറഞ്ഞു തന്ന് വളർത്തിയ അമ്മയ്ക്ക്, നിനക്കിഷ്ടമുള്ളത് ചെയ്യാൻ സ്വാതന്ത്ര്യം തന്ന ഹസ്ബൻഡിന്, ഞാനൊരു കഥ എഴുതി ആദ്യമായിട്ട് ഒരു മാഗസിൻ അയക്കുമ്പോൾ എനിക്ക് സാഹിത്യ ലോകത്ത് ഒരാളെയും, ഞാൻ വായിച്ച് അറിഞ്ഞ പേരുകളല്ലാതെ ഒരാളെയും എനിക്ക് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു കഥ അയക്കുന്നത് ദേശാഭിമാനിയിലേക്കാണ്. ഒരു പിറ്റേ ദിവസം എനിക്ക് അതിന് റിപ്ലൈ മെയിൽ വന്നു, കഥ നമുക്ക് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് ശരിക്കും വിശ്വസിച്ചില്ല. അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം അന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റർ N. രാജൻ സർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ കഥ പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾ എന്താ അതൊന്ന് FB ഷെയർ ചെയ്യുക പോലും ചെയ്യാതിരുന്നത്? അപ്പോൾ എൻ്റെ ആ സ്ഥലത്ത് എനിക്ക് ദേശാഭിമാനി മാസിക കിട്ടില്ല. അപ്പോൾ ഇത് വന്നോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ, ഈ കഥ പബ്ലിഷ്ഡ് ആയോ എന്ന് ചോദിക്കാൻ എനിക്കൊരു ധൈര്യവുമില്ല. ആരെങ്കിലും പറ്റിച്ചതാണെങ്കിലോ എന്ന് വരെ ഞാൻ കരുതി. അങ്ങനെ കഥ വന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ കഥ വന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഞാൻ എൻ്റെ FB പേജിൽ ഇടുന്നത് പോലും. ആ കഥയാണ് എനിക്കിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടത്തോടെ വായിച്ച എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ പേരിനൊപ്പം ചേർത്ത് ഒരു പേരച്ചടിച്ച് വരാനുള്ള ഭാഗ്യം എനിക്ക് നൽകിയത്. ഒരുപാട് സന്തോഷം, സ്നേഹം. ഇതിൻ്റെ കേരള കലാകേന്ദ്രത്തിന്, കഥകൾ ജഡ്ജ് ചെയ്ത ജൂറിയോട്, എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം, സന്തോഷം. നമസ്കാരം. അളവറ്റ കൃതജ്ഞത നിറഞ്ഞ സ്നേഹം സദസ്സിലിരിക്കുന്നവർക്ക്, വിശിഷ്ടാതിഥികൾക്ക്, എല്ലാവർക്കും. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും ഒട്ടും പ്രിപ്പയർഡ് അല്ല. എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഈ മൊമെൻറ്റോ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് പോകാനുണ്ട്. കാരണം ആ ആളാണ് ഈ അവാർഡിന് ഉത്തരവാദി. ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു 6 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും, എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പങ്കെടുക്കും, തിരിച്ചു പോവും. അതിനപ്പുറത്തേക്ക് സാഹിത്യമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. വളരെ അൺഅവെയറായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഭാരമറ്റ് ജീവിക്കുക, അവാർഡുകൾ, പുസ്തകങ്ങൾ. പക്ഷേ എൻ്റെ അമ്മയാണ് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച് ഈ കഥയും കൊണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോകുന്നത്. ഇതിൻ്റെ PDF എടുത്ത് ഈ ഒരു മത്സരത്തിന് അയക്കണം എന്നുള്ളതാണ് അമ്മയുടെ ഉദ്ദേശം. അമ്മ ഏതോ ഒരു പേപ്പർ കട്ടിങ്ങും ഒപ്പിച്ച് ഈ ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് പോയതാണ്. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നല്ല തിരക്കുണ്ട്, ആരും അമ്മയെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഒരു പെൺകുട്ടി അമ്മയോട് അങ്ങോട്ട് ചോദിച്ചു, എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അമ്മയെ സഹായിച്ച് അവരാണ് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയും ഇതിന്റെ PDF എടുക്കുകയും അയച്ചു കൊടുക്കുകയും ചെയ്തത്. അത് അശ്വതി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. ഞാൻ ഇതിന് ശേഷം എല്ലാം അയച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കഥ അയച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അവർ ഒരു ലൈബ്രറി സ്റ്റാഫാണ്.
അപ്പോൾ ആരും ഇല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതിരുന്ന ഒരു അമ്മയ്ക്ക് അവര് സഹായിച്ച ആ നന്മയ്ക്ക് പകരം ഒരു പുരസ്കാരം വെച്ചാലും പൂർത്തിയാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മൊമെന്റോ തിരിച്ച് അശ്വതിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകേണ്ടത്. അപ്പൊ അതൊക്കെയാണ്. എൻ്റെ പുസ്തകം ഈ വർഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കാര്യമായി ഗൗരവമായി എഴുത്തിനെ കാണുക എന്നുള്ളത് ഇപ്പൊ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദി കിട്ടുമ്പോൾ നമ്മൾ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ചിലതുണ്ടാവും. കാരണം ഈ സമയം മാത്രമേ നിങ്ങൾ ഞാൻ എന്ത് പറയുന്നു എന്ന് കേൾക്കുള്ളൂ. അപ്പോൾ ഓരോ അവാർഡും നിരസിക്കാനും ആ അവാർഡ് വാങ്ങിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് കമലാ സുരയ്യ. പക്ഷെ കമലാ സുരയ്യയെ ഒരുപക്ഷെ മരണാനന്തരം ഇത്രമാത്രം ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യപ്പെട്ട ഒരു എഴുത്തുകാരി ഉണ്ടോ, ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു മിനിറ്റ് നമ്മൾ യൂട്യൂബിൽ ആമി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ എന്തൊക്കെ വൃത്തികേടുകളാണ് ഓരോ ന്യൂസ് പോർട്ടലുകൾ ഓരോ ദിവസവും സംപ്രേഷണം ചെയ്യുന്നതെന്ന് കേരള കലാകേന്ദ്രം ഒന്ന് എടുത്തു നോക്കണം. ഞാനിപ്പോ കേംബ്രിഡ്ജ് പഠിക്കുകയാണ്. അപ്പോ കേംബ്രിഡ്ജ്, ലണ്ടൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എഴുത്തുകാർക്ക്, വരയ്ക്കുന്ന ആളുകൾക്ക്, ചിത്രകാരന്മാർക്ക്, നാടകങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് അവർ കൊടുക്കുന്ന മര്യാദ, അവർ കൊടുക്കുന്ന റെസ്പെക്ട്, അവർ കൊടുക്കുന്ന ആ മരണാനന്തരമാണെങ്കിൽ പോലും അവർ കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അത് കേരളത്തിലുള്ളവർ കണ്ടുപിടിക്കണം. കാരണം ഏതെങ്കിലും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ മരിച്ചു കഴിഞ്ഞാൽ അവരെ എന്തൊക്കെ പറഞ്ഞ് ക്യാരക്ടർ അസാസിനേഷൻ, അവരെ എന്തൊക്കെ തന്നെ പറയാം എന്നുള്ള രീതിയിൽ ഒരു മത്സരം തന്നെ നടപ്പുണ്ട്. അത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് കമലാ സുരയ്യ എന്നുള്ള അവാർഡിന്റെ പേരിന്റെ കൂടെ ഇത്തവണ ഇവർ മാധവിക്കുട്ടി എന്നുള്ള പേര് ചേർത്തതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ആ സമയം തന്നെ അവാർഡ് വന്ന് വാങ്ങിക്കാൻ പറ്റിയതിൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, പൊളിറ്റിക്കലി ഈ പേരും കമലാ സുരയ്യയുടെ പല തീരുമാനങ്ങളും വളരെ വൾഗറായിട്ട് മലയാള സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മൗനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവരെ കോട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ ആദരവ് അർപ്പിക്കുന്നുണ്ട്, ആമി ആമി എന്ന് പറഞ്ഞ ഒരുപാട് തലയിലേറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ കൂടെ രാഷ്ട്രീയമായിട്ട് അവരെടുത്ത തീരുമാനങ്ങളെ, അവരുടെ പ്രണയത്തെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മൗനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില പ്രത്യേക പോർട്ടലുകൾ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാധവിക്കുട്ടി എന്ത് ചെയ്തു, അല്ലെ മാധവിക്കുട്ടി എങ്ങനെ കമലാ സുരയ്യയായി, ഇത് എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി മുതലെടുക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് പറയാനുള്ള അവസരം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉറക്കെ വിളിച്ചു പറയുന്നത്. എനിക്കറിയുന്ന കമലാദാസ് യൂറോപ്പിലൊക്കെ ഗംഭീരമായ കവിതകൾ എഴുതിയൊരു പോയറ്റാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഒക്കെ പോലത്തെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കവിത എഴുതിയ, യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു സിൽവിയ പ്ലാത്തോളം നിൽക്കുന്ന രീതിയിൽ കാണുന്ന ഒരു പോയറ്റിനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ച് വെക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഒരിക്കൽ. ഇവിടെയുള്ള ഈ തേർഡ് റേറ്റ് മാധ്യമങ്ങളാണ് ഇങ്ങനെ കാണുന്നത്. അവരൊരു വലിയ റേഞ്ചിലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ ഇത്രയും പറയാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം. ഇത്രയും നേരം എന്നെ കേട്ടോണ്ടിരുന്നതിൽ, ഈ അവാർഡ് എനിക്ക് എന്നെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം, നന്ദി. അപ്പോ എല്ലാവർക്കും ഇന്നൊരു നല്ല സായന ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ അവാർഡ് അനൗൺസ് ചെയ്ത് ഇന്ന് ഇവിടെ എത്തുന്നത് വരെയും അറിയില്ലായിരുന്നു ഇവിടെ സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടെന്ന്. അതുകൊണ്ട് ഒട്ടും പ്രിപ്പറേഷനോടെ അല്ല സത്യത്തിൽ വന്നത്. എന്നാലും രണ്ട് വാക്ക് പറയാമെന്ന് കരുതുന്നു. ഒരു 3 വർഷത്തിന് മുൻപ് പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കമലാ സുരയ്യ മാധവിക്കുട്ടി അമ്മയുടെ പേരിൽ ഒരു അവാർഡിന് കൃതികൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ പ്രസിദ്ധീകരിച്ച കഥകളാണ് അവാർഡിനായി ക്ഷണിക്കുന്നത്. അപ്പൊ ഞാനൊരു വീട്ടമ്മയാണ്, അപ്പം എഴുതാറുണ്ടെങ്കിലും അങ്ങനെ പ്രസിദ്ധീകരിച്ചൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് കൂടെ കൊടുത്തിരുന്ന കോണ്ടാക്ട് നമ്പറിൽ ആനന്ദൻ സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എൻ്റെത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല, എന്നാലും PDF എടുത്ത് PDF ആയിട്ട് ഒന്ന് അയച്ചോട്ടെ, PDF പ്രിന്റ് എടുത്തൊന്ന് അയച്ചോട്ടെ. അപ്പോൾ പറഞ്ഞു ഇല്ല, മത്സരത്തിന്റെ നിബന്ധന പ്രസിദ്ധീകരിച്ച കഥകളാണ്. എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് കൊച്ചു കുട്ടികളാണുള്ളത്. അപ്പോൾ പറഞ്ഞു അത് ട്രൈ ചെയ്താൽ മതി, ശ്രമിച്ചാൽ മതി, നമുക്ക് അവാർഡ് കിട്ടും
എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് ഓർമ്മയുണ്ട്. അതുപോലെ 2-3 വർഷത്തിന് ശേഷം ഇന്ന് ഈ വേദിയിൽ സാറ് പറഞ്ഞതുപോലെ നിൽക്കാൻ കഴിഞ്ഞത് ഒരു സന്തോഷമുണ്ട്. സാറിനോടുള്ള നന്ദി, ആ പ്രോത്സാഹനത്തിന് വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ചെറുപ്പം മുതലേ കഥകൾ എഴുതുമായിരുന്നു. എൻ്റെ ആദ്യം ഞാൻ കഥ എഴുതിയത്, ഒരു കൊച്ചു കഥ എഴുതിയത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിന്നെ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ ഒക്കെ എഴുതുമായിരുന്നു. അപ്പൊ എഴുത്ത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുവായിരുന്നു. അപ്പൊ വായനയിലൂടെയാണ് എഴുത്തിന്റെ ലോകത്തേക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ വന്നത്. അപ്പൊ എനിക്ക് കൊച്ചുനാൾ മുതലേ പുസ്തകങ്ങളൊക്കെ വാങ്ങിത്തരുന്ന എൻ്റെ പപ്പയാണ്. അപ്പൊ പപ്പയ്ക്ക് വലിയ ജോലിയൊന്നുമല്ല, പപ്പ മരം മുറിക്കുന്ന ജോലിയാണ്. അപ്പൊ പപ്പയ്ക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം ആണെങ്കിൽ പോലും എനിക്ക് സന്തോഷത്തിന് വേണ്ടി എൻ്റെ പപ്പ ഞാൻ പറയുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങിത്തരും. അപ്പൊ എൻ്റെ പപ്പ വന്നിട്ടുണ്ട്, പിന്നിലിരിക്കുകയാണ്. അപ്പൊ ഈ അവാർഡ് പപ്പയാണ് എനിക്ക് എൻ്റെ ഇതുവരെയുള്ള, ഇപ്പം എനിക്ക് പല സമ്മാനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞാൻ ആദ്യം അത് സമർപ്പിക്കുന്നത്, എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പപ്പയ്ക്കാണ് എൻ്റെ പുരസ്കാരം ഞാൻ സമർപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ എൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ശ്രീ ഉദയൻ കൊക്കോട്, അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിയാണെങ്കിലും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. കാരണം ഈ വേദിയിൽ എന്നെ കൂടെ വരാൻ അധികം ആൾക്കാരൊന്നും ഇല്ല, എന്നാലും അദ്ദേഹം യാത്ര ചെയ്ത് ഈ ഒരു അവസരത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കാനും അനുഗ്രഹിക്കാനും എത്തി. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ എന്റെ ചെറുപ്പം മുതൽ ഞാൻ കഥകളൊക്കെ എഴുതുമ്പോൾ എന്നെ ഓരോ കാലത്തും ഓരോ ക്ലാസ് ഇങ്ങനെ ഉയർന്നു വരും തോറും മലയാള അധ്യാപകർ ഞാൻ എഴുതും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ സ്റ്റെല്ല, സിസ്റ്റർ പറഞ്ഞു, സരിത എഴുതുന്നത് നന്നായിട്ടുണ്ട്, സരിത ഒരുപക്ഷെ ഭാവിയിൽ നല്ലൊരു എഴുത്തുകാരി ആയിത്തീരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ കാലം ഇത്രയും കടന്നു പോയെങ്കിലും ആ സിസ്റ്റർ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, ഒരു വലിയ സന്തോഷം. അത് അങ്ങനെ വലിയ എഴുത്തുകാരിയൊന്നുമല്ല, എന്നാലും മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിയുടെ പേരിൽ ലഭിക്കുന്ന ഈ പുരസ്കാരം ഈ അവസരത്തിൽ വാങ്ങാൻ കഴിഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പ്രതിനിധീകരിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ വിഷ്ണു മുരളീധരൻ നായർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാലോട് രവി സാർ, ശ്രീ TK നായർ സാർ, ശ്രീ സന്ധ്യ മാഡം, കേരള കലാകേന്ദ്രത്തിൻ്റെ എല്ലാമായ ആനന്ദകുമാർ സാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ നിൽക്കാൻ കഴിയുന്നതിൽ. ഇത്രയും വിശിഷ്ട വ്യക്തികളുടെ മുന്നിൽ നിൽക്കുക, അവരുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അതുമാത്രമല്ല, ശ്രീ കമലാ സുരയ്യ, മാധവിക്കുട്ടി, ഈ 2 വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പേരിൽ ഉള്ള ഈ ഒരു അവാർഡിൽ ഞാനും ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് ഭാഗ്യം. ഞങ്ങളെപ്പോലെ വെച്ചാൽ എന്നെപ്പോലെ വളർന്നു വരുന്ന ചെറിയ കലാകാരന്മാർക്ക് വലിയൊരു പ്രോത്സാഹനമാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ഫിലിംസ് വന്നിട്ട് കുറച്ച് നാളാവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഫീച്ചർ ഫിലിംസ് ആയിരുന്നു. അപ്പോൾ ജനങ്ങളുടെ തിരക്ക്, ഒരു സിനിമ ഫുൾ കാണാനുള്ള സമയമില്ലായ്മ, അതിനെയാണ് പിന്നീട് ഷോർട്ട് ഫിലിമിലേക്കായിട്ട് മാറിയത്. അപ്പോൾ അതിനുശേഷം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകൾ വന്നു. അതാണ് ഞങ്ങൾക്കുള്ള അകപ്പാടുള്ള ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. അപ്പോൾ കേരള കലാകേന്ദ്രം ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് ഈ ചെറിയ കലാകാരന്മാർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. അതിലൊരു അവാർഡ് എനിക്കും വാങ്ങാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിമിനെ ഇതിലേക്ക് തിരഞ്ഞെടുത്ത എല്ലാ ജൂറി മെമ്പേഴ്സിനും 1000 നന്ദി. ഈ കേരള കലാകേന്ദ്രം ഇനിയും ഒരുപാട് വർഷം ഇതുപോലെയുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാർക്കും ഒരു പ്രോത്സാഹനമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ഷോർട്ട് ഫിലിമിന് എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ സുഹൃത്തുക്കൾ അവരോടുണ്ട്, അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നോടൊപ്പം ഈ അവാർഡുകൾ വാങ്ങിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. കേരള കലാകേന്ദ്ര പുരസ്കാര സമർപ്പണ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ബഹുമാന്യനായ ശ്രീ പാലോട് രവി സർ, അവാർഡ് സമ്മാനിച്ച അഭിവന്ദ്യനായ TK നായർ സർ, ഡോക്ടർ B സന്ധ്യ മാഡം എന്നിവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ചെറുകഥാ പുരസ്കാരങ്ങൾ സ്വീകരിച്ച കഥാകാരികൾക്കും ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി പുരസ്കാരങ്ങൾ സ്വീകരിച്ച കലാകാർക്കും
നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് പരിപാടി വിജയിപ്പിച്ച സഹൃദയർക്കും മാധ്യമ പ്രവർത്തകർക്കും കൃതജ്ഞത അറിയിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.